നമസ്കാരം. ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏത് രാഷ്ട്രീയ കക്ഷിയുടെ നേതൃത്വത്തിലാണ് ഭരണത്തിലെത്തുക? സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള പിണറായി വിജയൻ ഇനി മുഖ്യമന്ത്രി ആവില്ല എന്ന് എനിക്കറിയില്ല. വരുമോനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും മുഖ്യമന്ത്രി ആയിക്കൊണ്ട് ഇടതുപക്ഷമാണോ മൂന്നാം തുടർഭരണമാണോ കിട്ടുക? അതോ ഇവരെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഇനി യു ഡി എഫ് അധികാരത്തിൽ പിടിക്കോ? അതോ രണ്ടുപേരും അട്ടിമറിച്ചുകൊണ്ട് ഇനി അത്ഭുതങ്ങൾ വല്ലതും പ്രവർത്തിച്ചുകൊണ്ട് എൻ ഡി എ അധികാരത്തിൽ വരുമോ? അല്ലെങ്കിൽ എൻ ഡി എ പ്രതിപക്ഷത്തെത്തുമോ? ഒന്ന് പരിശോധിക്കുകയാണ്. എന്തുകൊണ്ടെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ എന്റെ കാഴ്ചപ്പാടാണ് പറയുന്നത്. പിന്നെ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നതിന് ഒരു കാരണം ഞാൻ പറയട്ടെ. കുറച്ച് ട്രോളായിട്ട് കരുതുന്നു തോന്നിയാൽ മതി. സഖാക്കൾ, സൈബർ സഖാക്കളൊക്കെ എന്റെ വീഡിയോക്ക് താഴെ വന്ന് മുട്ടം തെറി വിളിക്കുന്നുണ്ട്. ചിലർക്ക് ഭീഷണി മുഴക്കുന്നുണ്ട്. അവരത് നിത്യം ഉപയോഗിക്കുന്നത് കൊണ്ട്, അവരുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഞാനത് എടുത്ത് തലയിൽ വെക്കാത്തത്. എനിക്കതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട്. എന്നാൽ ഇനി ഒരു പക്ഷേ നേരിട്ട് വീട്ടിൽ വന്നിട്ട് ഇനി എന്നെ പണ്ട് TP യെ വെട്ടിക്കൊന്നതുപോലെ 51 61 വെട്ടുവെട്ടി കൊല്ലുമെന്ന് ഭയപ്പെട്ടിട്ട് തന്നെ ഞാൻ മറിച്ച് ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നു. ഈ വീഡിയോയിൽ അതാണ്. പ്രിയപ്പെട്ട സഖാക്കൾ എന്തായാലും ഇതൊന്ന് മുഴുവൻ കാണണമെന്നും നിങ്ങളുടെ തെരുവിളികൾ താഴെ ഒന്ന് പോസ്റ്റ് ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നു. ഓരോന്ന് തുടങ്ങാം. രാഹുൽ മാങ്കൂട്ടം മുതൽ തുടങ്ങാം. രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് രണ്ട് രീതിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം ഒരു പൊതുപ്രവർത്തകനായതുകൊണ്ട് ഇത്തരത്തിലൊരു പേരുദോഷം ഒരു തരത്തിലും കേൾപ്പിക്കാൻ പാടില്ലായിരുന്നു. മറ്റു വീടുകളിലും എല്ലാം ഒരു ജനകീയ പ്രവർത്തനമായി പോകുന്നത് കൊണ്ട് തന്നെ ഒരു സംശുദ്ധത, സ്വഭാവ സംശുദ്ധത പാലിക്കേണ്ടതുണ്ടായിരുന്നു. അത് രാഹുൽ പാലിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പൊതുപ്രവർത്തനായിരിക്കാൻ യാതൊരു യോഗ്യതയും ഇല്ല എന്നാണ് എന്റെ നിലപാട്. ഇപ്പോഴും അത് തന്നെയാണ് നിലപാട്. കുറെ ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ലൈംഗിക വീഴ്ച നടത്തിയതെന്ന് അയാൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒരു നല്ലൊരു നിലപാടല്ല. കാണുന്നിടത്തൊക്കെ കുഴിക്കാൻ കുളം കിട്ടുന്നിടത്തൊക്കെ പോയി കുഴിച്ച് വെള്ളം കോരി കുളിക്കുന്ന രീതി ശരിയല്ല എന്നുള്ളതാണ് എന്റെ നിലപാട്. അതുകൊണ്ട് അത് തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയം ഉപേക്ഷിക്കണം. പിന്നെ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? അതിന് വേണമല്ലോ മറുപടി. രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് എന്ന് വെറുതെ അല്ല. രാഹുൽ മാങ്കൂട്ടം ചെയ്തതിനൊരു ശിക്ഷയുണ്ട്. അയാൾ ഇന്ത്യയിൽ നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല. ശിക്ഷിക്കാനുള്ള ഒരു വകുപ്പും ചെയ്തിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് അയാൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ മറപിടിച്ചുകൊണ്ട്, അയാളെ താറടിച്ചുകൊണ്ട്, തറപറ്റിച്ചുകൊണ്ട്, അയാളെ അപമാനിച്ചുകൊണ്ട്, ഭരണപരാജയങ്ങളും മറ്റുമെല്ലാം മറച്ചു പിടിച്ച് അതിന് ശബരിമല കൊള്ളയായാലും പിന്നെ മറ്റെന്തായാലും എന്ത് തന്നെയായിരുന്നാലും അതൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് ഇപ്പൊ അയ്യപ്പ സംഗമം വരെ എത്തി നിൽക്കുന്നു. അത് വയനാട്ടിലെ അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും, ഇതെല്ലാം സാമ്പത്തിക തിരിമറിന്റെ കാര്യം പറയുന്നത്. ബാക്കി ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഇതൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ താറടിച്ചുകൊണ്ട് ഭരണപരാജയം മറച്ചു പിടിക്കുന്നതിനെതിരെയാണ് ഞാൻ പ്രതികരിക്കുന്നത്. അതിങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരു വ്യക്തിയെ താറടിച്ചുകൊണ്ടോ അയാളെ ഇല്ലാതാക്കിക്കൊണ്ടോ അയാളെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടല്ല ചെയ്യേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്, അയാളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ സർക്കാരിന്, അതുപോലെ ഇടതിനും വലതിനും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു തലവേദന തന്നെയാണ്. കാര്യം, എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാനുള്ള കെൽപ്പുള്ള യുവാക്കൾ എവിടെയും വളർന്നു വരുന്നത് ആർക്കും അത്ര ഭൂഷണമല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി, മുളയിൽ തന്നെ നശിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം, ആ ഒരു ശ്രമമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അത്തരത്തിൽ തകർക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത്. ഇനി കുറച്ച് കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഒരു പ്രവചനം അങ്ങ് നടത്തിയേക്കാം, എന്നിട്ട് പോവാം ബാക്കി മുന്നോട്ട്. ഈ തെരഞ്ഞെടുപ്പിൽ, ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളം ആര് ഭരിക്കും എന്ന് ചോദിച്ചാൽ, നിലവിലെ കണ്ടീഷനിൽ, ഇപ്പോഴത്തെ കണ്ടീഷനിൽ എന്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഇടതുപക്ഷം മൂന്നാമത് തുടർ ഭരണം നടത്തും. അതിന് വ്യക്തമായ കാരണവുമുണ്ട്, വളരെ വ്യക്തമായ കാരണമുണ്ട്. ഇടതുപക്ഷത്തെ ഞാൻ എതിർക്കുന്നതിന് കാരണമുണ്ട്. ഇടതുപക്ഷം ഇവിടെ മൂന്നാമത് ഭരിക്കരുതെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. UDF തന്നെ ഇവിടെ ഭരിച്ചോളണമെന്ന് യാതൊരു നിർബന്ധമല്ല. ആര് ഭരിച്ചാലും അത് ജനകീയമായിരിക്കണം, ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം എന്ന് മാത്രമേ എന്റെ നിലപാടുള്ളൂ. അല്ലാതെ ഇവിടെ VD സതീശനോ രാഹുൽ മാങ്കൂട്ടത്തിലോ ഷാഫി പറമ്പിലോ മറ്റാരെങ്കിലും നാളെ ഇവിടെ UDF നേതൃത്വം കൊടുത്തുകൊണ്ട് ഭരിച്ചു കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് മറിച്ച് തലകുത്തി വെക്കും എന്നുള്ളൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. അങ്ങനെയൊന്നുമില്ല. ഇനി മൂന്നാം തുടർഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന CPM മറ്റുള്ളവരോ ഇവിടെ അങ്ങ് തല മറിച്ചു വെക്കും. ഇയാൾ പറഞ്ഞ പോലെ പാവപ്പെട്ട നിരോധിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതിനു മുമ്പ് പറഞ്ഞത് സിംഗപ്പൂർ പോലെ ആക്കുമെന്നായിരുന്നു. എവിടെ സിംഗപ്പൂർ പോലെ ആയി? ഇപ്പൊ പറയുന്നു പാവപ്പെട്ട നീക്കുന്നുള്ളത്. പാവപ്പെട്ട എന്നുള്ള പദം ഡിക്ഷണറിയിൽ നിന്ന് നിരോധിക്കും, അല്ലാതെ ഒരു ചുക്കും ചെയ്യാൻ പോണില്ല. അതിനുള്ള ഒരു ത്രാണിയൊന്നും CPM ഇപ്പൊ ഇല്ല. അതൊക്കെ വാക്കിലേ പറയുള്ളൂ. പിന്നെ ഇല്ലാതാക്കാൻ പറ്റും. ഈ പറഞ്ഞതുപോലെ ഡിക്ഷണറി വെട്ടാനും, ആൾക്കാരുടെ കഴുത്ത് വെട്ടാനും, 51 വെട്ടാനും 61 വെട്ടാനും, ആൾക്കാരെ നിശബ്ദനാക്കാനും, പോലീസിനെയും പാർട്ടി അണികളെയും ഇറക്കി ഗുണ്ടായസം കളിക്കാനും ഒക്കെ അവർക്ക് പറ്റും. അങ്ങനെ നിശബ്ദരാക്കാൻ പറ്റും മറ്റു പലരെയും. അല്ലാതെ നമ്മുടെ സംസ്ഥാനത്തിന് സാമ്പത്തികമായിട്ട് സമുദ്ധരിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവൊന്നും ഇപ്പൊ ഇല്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് CPM അധികാരത്തിൽ വരുന്നത്, അല്ലെങ്കിൽ മൂന്നാമത് വരുമെന്ന് പറയുന്നതിന് കാരണമുണ്ട്, പറഞ്ഞുതരാം. പ്രിയപ്പെട്ട സഖാക്കളും സൈബർ സഖാക്കളും ഒന്ന് കേൾക്കണം, നിങ്ങൾ കൂടെ ഒന്ന് പ്രതികരിക്കണം. ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് പ്രതികരിക്കുന്നത്, നിങ്ങൾക്കൊന്ന് അറിയണമല്ലോ. വയനാട് മുതലേ തുടങ്ങാം നമുക്ക്. അതാണ് ഇപ്പൊ അവസാനം നടന്നത്.
ഏതാണ്ട് 800 കോടി രൂപ വയനാടിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുത്തു. ജനങ്ങൾ കൊടുത്തു. വേറെ ഒന്നിലേക്കും ചെലവഴിക്കേണ്ടതില്ല. സർക്കാർ ഒരു രൂപ പോലും കണ്ടെത്തേണ്ടതില്ല. ഇവിടെ ഓരോ കോടി രൂപ വീതം അവിടെയുള്ള വ്യക്തികൾക്ക് കൊടുത്ത് ആ 800 പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ തലവേദന ഒഴിയുമല്ലോ, അവരുടെ കടബാധ്യതകൾ ഒഴിവാകുമല്ലോ, അവര് ഒരു വീടും വെച്ചിട്ട് ബാക്കിയുള്ള സ്ഥലം വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ച് ജീവിക്കുമല്ലോ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ശരിയാണ്, അത് തന്നെയായിരുന്നു വേണ്ടിയിരുന്നത്. ആ പണം അവർക്ക് വേണ്ടി പൂർണ്ണമായി വിനിയോഗിക്കുകയാണ് വേണ്ടിയിരുന്നത്. എന്നാൽ ബുദ്ധിപൂർവ്വം ഇവിടെ CPM കാണിച്ച എന്താണ്? ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു ടൗൺഷിപ്പായിട്ട് ചെയ്യുന്നതിലൂടെ അത് LDFന്റെ CPMന്റെ കൊട്ടയിലേക്ക് അത് വലിച്ചു വെച്ചു. ഫലത്തിൽ എന്ത് തന്നെ ആയിരുന്നാലും 250 കോടി 300 കോടി രൂപയ്ക്ക് തീർന്ന ആ പദ്ധതി ബാക്കി 450 500 കോടി രൂപ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിലും ഇവിടെ ജനം കാണുന്നത് എന്താണ്? വളരെ വളരെ നല്ല രീതിയിൽ ആ പദ്ധതി ഒരിക്കലും കുറ്റം പറയാൻ പറ്റൂല. പണം കുറെ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിലും ആ പദ്ധതി നല്ല പദ്ധതിയാണ്. ആ ചെലവഴിച്ച പണം മര്യാദയ്ക്ക് തന്നെയാണ് ചെലവഴിച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗിന്റെ വീടും ഇതും കൂടെ ഞാൻ കമ്പയർ ചെയ്യാൻ പറഞ്ഞത് ചെലവഴിക്കപ്പെട്ട അഴിമതിയുടെ കഥ പുറത്തു വരാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നിർമ്മാണ പ്രവർത്തനം മോശമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വീടൊക്കെ നല്ല ഉറപ്പിലാണ് ചെയ്യുന്നത്. ആ വീട് കിട്ടുന്ന ഏതൊരു വ്യക്തിയായാലും ഒരു നല്ല ആത്മവിശ്വാസത്തോടെ അതിനകത്ത് കിടന്നുറങ്ങാം. പൊളിഞ്ഞു വീടില്ല എന്നുള്ള വിശ്വാസത്തോടെ കിടന്നുറങ്ങാമെന്നാണ് ഇപ്പൊ മനസ്സിലാകുന്നത്. കഴിഞ്ഞ പുത്തുമല കവളപ്പാറ കാലത്ത് വെച്ചുകൊടുത്ത വീടിന്റെ അവസ്ഥ CPM ഈ സർക്കാർ കണ്ടു പഠിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇത്തവണ ഊരാളുങ്ങിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഊരാളുങ്കൽ റോഡും മറ്റു പാലങ്ങളും ഒക്കെ പണിഞ്ഞ് നല്ല പരിചയമുള്ളവരാണ്. അതുകൊണ്ട് കള്ളപ്പണി എടുക്കാൻ പക്ഷെ അറിയില്ല എന്നാ തോന്നുന്നത്. അതുകൊണ്ട് നല്ല പണി അവർ എടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാന മാന്തിയപ്പോഴും അത് കോൺക്രീറ്റ് ചെയ്തപ്പോഴൊക്കെ നമ്മൾ പോയി കണ്ടതാണ്. വളരെ നല്ല നിലയിൽ പണി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ മറ്റ് വികസനങ്ങളും ടൗൺ പ്ലാൻ അനുസരിച്ചിട്ടുള്ള രീതികളും എല്ലാം ചിന്തിക്കുമ്പോൾ നല്ലൊരു പദ്ധതി തന്നെയാണത്. ആ പദ്ധതി പക്ഷേ വയനാടുകാരെ സംബന്ധിച്ചിടത്തോളം എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതി ആ രീതിയിൽ നടത്തിയത് LDF സർക്കാരാണ് എന്ന് എടുത്ത് കാണിച്ചുകൊണ്ട് വയനാട് മേഖലയെ മുഴുവൻ CPMന്റെ കൊട്ടയിലേക്ക് വോട്ട് നിഷ്പക്ഷപരമായിട്ട് നിൽക്കുന്ന വലിയൊരു ഭാഗമുണ്ട്. കോൺഗ്രസിലുമല്ല കമ്മ്യൂണിസ്റ്റുമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും 5 കൊല്ലം കഴിയുമ്പോൾ തട്ടിമറിച്ചിട്ടുണ്ടിരുന്ന ഒരു കൂട്ടുണ്ടല്ലോ, അവരാണ് ഇവിടെ കൂടുതൽ. ആ ഒരു വിഭാഗം പ്രത്യക്ഷത്തിൽ വയനാട് നോക്കുമ്പോൾ CPM ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, ഇനിയും കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അതുകൊണ്ട് തന്നെ CPMന് സർവാത്മന നല്ല രീതിയിൽ ആ മനസാക്ഷി വോട്ട് അങ്ങോട്ട് കിട്ടും. ഇടതുപക്ഷത്തിന് ആ മേഖലയിൽ നല്ല വിജയം നേടാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം അവിടെ വിജയിക്കാൻ കഴിയുന്ന മറ്റൊരു ടീമാണ് മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അവർ ചെയ്തു കൊടുത്ത വീടും അതുപോലെ തന്നെ വളരെ നല്ല ഉത്തരവാദിത്തോടു കൂടി ഒരു 100 സ്ക്വയർ ഫീറ്റ് കൂടെ ഏറെ, ഒരു റൂം കൂടി ഏറെ ഉണ്ട്. ആ നിലയിൽ വില കുറഞ്ഞ രീതിയിൽ വീടുണ്ടാക്കി, നല്ല വീടുണ്ടാക്കി, ഫർണിച്ചർ അടക്കം ഉണ്ടാക്കി കൊടുത്തു. അതുകൊണ്ട് അവരും അവിടെ പേരെടുക്കും, രക്ഷപ്പെടും. അവിടെ തോറ്റു പോകുന്ന 2 ടീമുകളിൽ ഒന്ന് BJPയും 2 കോൺഗ്രസുമാണ്. കോൺഗ്രസ് കുറെ വാഗ്ദാനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ പാലിച്ചിരുന്നു. ആ പാലിച്ച വാഗ്ദാനങ്ങൾ എങ്ങോട്ട് പോയി എന്ന് ചോദിക്കുന്നിടത്താണ് CPM അവിടെ വിജയിക്കാൻ പോകുന്നത്. അതായത് ഈ പിണറായി സർക്കാർ അവിടെ വിജയിക്കാൻ പോകുന്നത്. പിണറായി സർക്കാരിന് ആര് കൊടുത്ത പണമായാലും, ഇനി ജനങ്ങൾ കൊടുത്ത പണമായാലും, എന്ത് പണമായാലും വയനാട്ടിലേക്ക് കൊടുത്തിട്ടുള്ള പണം അവിടെ ഒരു ടൗൺ പ്ലാൻ സെറ്റ് ചെയ്തിട്ട്, അതും കൽപ്പറ്റ നഗരത്തിനോട് ചേർന്ന്, നഗരത്തിൽ തന്നെ അത്തരത്തിലുള്ള ഒരു ടൗൺഷിപ്പ് എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇപ്പൊ എറണാകുളം സിറ്റിക്കകത്ത് ഇതുപോലൊരു വീട് കിട്ടണമെങ്കിൽ എത്ര രൂപ വേണ്ടി വരും എന്ന് ചിന്തിച്ചാൽ മതി. അവിടെ അത്തരത്തിൽ ടൗണിനോട് ചേർന്ന് തന്നെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഇപ്പോ അതിന്റെ വില എന്ന് പറയുന്നത് ആ വീടിന്റെ 30 ലക്ഷമല്ല. ചെലവായത് 30 ലക്ഷമായിരിക്കാം, സ്ഥലത്തിനടക്കം 50 ലക്ഷമായിട്ടുണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ മറ്റ് ചെലവുകൾ ഉണ്ടായിരിക്കാം. മൊത്തം 300 കോടി ആയിട്ടുണ്ടാകാം. കാര്യം ശരി, ഓക്കെ, 250-300 കോടി ചെലവായിട്ടുണ്ടാവും. പക്ഷെ ആ ടൗൺഷിപ്പ് പൂർത്തിയായി വരുമ്പോഴേക്കും അതിന്റെ മൂല്യം, വിപണി മൂല്യം എന്ന് പറയുന്നത് അതൊന്നുമല്ല, അതിന്റെ 10 ഇരട്ടി മൂല്യം വരും. എറണാകുളത്ത് ഒരു പ്രാന്തപ്രദേശത്ത് ഒരു സെന്റ് സ്ഥലം വേണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 12 ലക്ഷം 12.5 ലക്ഷം വേണം. കുറെ ഉള്ളില്. ആ സാധനം എറണാകുളം ടൗണിലൊക്കെ ആണെങ്കിൽ 1/2 കോടി കൊടുത്താലും ഒരു സെന്റ് കിട്ടില്ല. അതാണ് അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ ആ കൽപ്പറ്റ ടൗണിനോട് ചേർന്ന് അത്തരത്തിലൊരു ടൗൺഷിപ്പ് ചെയ്യുമ്പോൾ അത് പൂർത്തിയായി അതെല്ലാവർക്കും വീട് കൊടുത്ത് അവർ താമസം ആരംഭിച്ചു കഴിയുമ്പോഴേക്കും അതിന്റെ മൂല്യം എന്ന് പറയുന്നത് അത്രത്തോളം വലുതായിരിക്കും. 1 കോടിയിലധികം രൂപയുടെ മൂല്യം അതിനുണ്ടാകും. നാളെ ഇനി ആ വീട് ഒരു പക്ഷെ അവർക്ക് വേണ്ട, കുറച്ചുകൂടി മെച്ചപ്പെട്ട സൗകര്യം വേണമെന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും അത് വിറ്റിട്ട് തൊട്ടപ്പുറത്തോട്ടോ പോയി താമസിക്കണം എന്നുണ്ടെങ്കിലും അറിയാമല്ലോ അതിനുള്ള മൂല്യം അവർക്ക് കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സൗകര്യത്തിൽ ഏതെങ്കിലും കാട്ടുമുക്കിലോ മലമുകളിലോ കൊണ്ടുവന്ന് കളഞ്ഞ് എന്താ പറയാ അവരെ അവഹേളിക്കുന്നതിന് പകരം ഈ ടൗണിൽ തന്നെ ഈ രീതിയിൽ കുടിയിരുത്താൻ ഈ സർക്കാർ ഒരു പദ്ധതി തയ്യാറാക്കിയതിൽ വയനാട്ടുകാർ നന്ദികേട് കാണിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ കാര്യത്തിലും CPMന്റെ കാര്യത്തിലും വയനാട് ഓക്കെ ആയിരിക്കും. വയനാട്ടിൽ CPM നല്ല രീതിയിൽ ജയിക്കും. കോൺഗ്രസിന്റെ വലിയൊരു പക്ഷം വോട്ടുകളും
CPM-ലേക്ക് പോകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതായത് വയനാട്ടിൽ CPM വലിയ ഭൂരിപക്ഷം നേടും. പിന്നെ മറ്റ് ജില്ലകളിലാണ്. ഞാൻ എന്റെ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരളത്തിന്റെ തെക്ക് വടക്ക് വാഹനം ഓടിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞാൻ വാഹനം ഓടിക്കുന്നുണ്ട്. അതുപോലെ ഇടുക്കി ഹൈറേഞ്ച് മേഖല, പുനലൂർ, പത്തനംതിട്ട, എരുമേലി ആ മേഖല, കട്ടപ്പന മേഖല, ഇങ്ങനെ പല പല മേഖലകളിലൂടെ ഞാൻ കാർ ഓടിച്ചു പോകാറുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാട് വർഷം, ഒരു 10 വർഷം മുമ്പ്, ഏകദേശം ഒരു 10 വർഷം മുമ്പ് ഞാൻ കട്ടപ്പനയ്ക്കൊന്ന് പോയിരുന്നു. നിലമേല് പാരിപ്പള്ളി ആ മേഖലയിൽ പോയിട്ട് പാരിപ്പള്ളിയിൽ റൂം എടുത്ത് താമസിക്കുന്ന സമയത്ത് വൈഫും കുട്ടികളും ഉണ്ട്. പെട്ടെന്നൊരു തോന്നല്, എന്നാൽ മൂന്നാറിലേക്ക് പോയാലോ എന്ന്. നോക്കുമ്പോൾ കിലോമീറ്റർ, ഇത്ര കിലോമീറ്റർ, അപ്പൊ കണക്ക് കൂട്ടുകയാണ്. എത്ര കിലോമീറ്റർ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഇത്ര മണിക്ക് അവിടെ എത്തുമല്ലോ. ഉടനെ വണ്ടി എടുത്ത് വിടുകയാണ്. ആ വണ്ടി എടുത്ത് വിടുമ്പോൾ കുറച്ച് ദൂരം അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത്, മലയോര മേഖലയിലേക്ക് കയറി കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ ഇടുക്കിന്റെ അന്തരീക്ഷത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പോവില്ല. പിന്നെ 20 കിലോമീറ്റർ 30 കിലോമീറ്റർ പരമാവധി വേഗതയാണ്. അത് കൂടുതൽ പോകാൻ പറ്റില്ല. അത്തരത്തിലുള്ള വളരെ മോശം റോഡുകൾ. ഇടതും വലതും ചേർന്ന് 5 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഭരിച്ച് കഴിഞ്ഞിരുന്ന ആ കാലത്തെ കാര്യം ഞാൻ പറയുന്നത്. പിണറായി സർക്കാർ അധികാരത്തിലോട്ട് കയറിയിട്ടേ ഉള്ളൂ. ആ കയറിയ സമയത്ത് ഏതാണ്ട് 2016, 2017 കാലഘട്ടങ്ങൾ, ആ സമയത്ത് ഇത്രയും ഒരു യാത്രാ ദുരിതം അനുഭവിച്ച് എവിടെയും എത്താതെ കട്ടപ്പനയിൽ ചെന്നിട്ട് അവിടെ റൂം എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് പിറ്റേന്ന് രാവിലെ മൂന്നാറിലേക്ക് കയറേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതായത് സമയവും ദിവസവും ഒക്കെ ആകെ താറുമാറായി പിടുത്തം വിട്ട് മൊത്തം എന്റെ ടൈം ഷെഡ്യൂൾ മൊത്തം തകരാറിലായി പോയ ദിവസങ്ങളായിരുന്നു, മണിക്കൂറുകളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഈ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറഞ്ഞാൽ മലയോര ഹൈവേകളാണ്. മലയോര ഹൈവേകൾ നല്ല ഒന്നാന്തരം ഹൈവേകളായി മാറി. സഞ്ചരിക്കാൻ എന്നൊരു പ്രയാസമല്ല. ഇന്നും അതേ റൂട്ടുകളിലൂടെ ഞാൻ വാഹനം ഓടിക്കുന്നുണ്ട്. അന്ന് ഒരു ദിവസം സമയമെടുത്ത് പോയ നിലയ്ക്ക് ഇന്ന് അത് മണിക്കൂറുകൾ കൊണ്ട് എനിക്ക് ആ ദൂരം താണ്ടി പോകാൻ കഴിയുന്നുണ്ട്. അതായത് വളരെ പെട്ടെന്ന്, വാഹനത്തിനും വലിയ മെയിൻ്റനൻസ് ഇല്ലാതെ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകാൻ കഴിയുന്നുണ്ട്. ചെലവ് കുറച്ച് പോകാൻ കഴിയുന്നുണ്ട്. നേരത്തെ 2 ദിവസം സമയമെടുത്ത് പോയിരുന്ന ആ കാര്യങ്ങളൊക്കെ ഇന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ നടത്തിയിട്ട് പോരാൻ കഴിയുന്നുണ്ട്. ഇതൊരു വലിയ കാര്യമല്ലേ? അതായത് നമ്മൾ എത്രയൊക്കെ CPM-നെ കുറ്റം പറഞ്ഞാലും ഇത്തരത്തിൽ അവിടെയും ഇവിടെയും ഒക്കെ മലയോര ഹൈവേയും മറ്റു റോഡുകളുമായിട്ട് വളരെ നല്ല രീതിയിലുള്ള റോഡുകൾ ഉണ്ടാക്കി എന്നുള്ളതാണ് ഒരു വലിയ കാര്യം. ഞങ്ങള് ഏതാണ്ട് 10-12 വർഷമായി ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട്. മനോരാജ് അവാർഡ്, കേരളത്തിലെ ഏറ്റവും വലിയ ചെറുകഥാ സമാഹാര പുരസ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. 33,333 രൂപയും ഏതാണ്ട് 10-12,000 രൂപ വിലയുള്ള വലിയൊരു വെങ്കല ശില്പം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ആ ശില്പവുമാണ് നമ്മൾ അവാർഡായിട്ട് കൊടുക്കുന്നത്. ചെറായിൽ വെച്ച് എല്ലാ വർഷവും നടക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ അഴീക്കോട് ജങ്കാർ കയറി അഴീക്കോട് മുസിൽസിൽ നമ്മൾ എത്താറുണ്ട്. ആ ജങ്കാറിന്റെ ഇന്നത്തെ അവസ്ഥ എന്താ? അവിടെ പാലം പണി നടക്കുകയാണ്. അതായത് ആ പണി പൂർത്തിയാകുമ്പോഴേക്കും ആ ജങ്കാർ എന്ന് പറയുന്നത് ഒരു സ്വപ്നമായി മാറുന്നൊരു അവസ്ഥ വരും. അതായത് ഇത്രയും ഒരു വലിയൊരു പദ്ധതി നമ്മൾ സംസാരിക്കപ്പെടാതെ പോകുന്നത് ശരിയല്ല. അത്രത്തോളം പാലങ്ങളെ, വിവിധ ഒരു നിലയ്ക്കും എത്താൻ കഴിയാത്ത ദ്വീപുകളെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട പാലങ്ങൾ വന്നിട്ടുണ്ട്. ധാരാളം പാലങ്ങൾ, ഒട്ടനവധി പാലങ്ങൾ. ഇടയ്ക്കൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിർമ്മാണ പ്രവൃത്തികൾ കൊണ്ടോ മറ്റോ പൊളിഞ്ഞു വീഴലും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ട്രോൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ആ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. കാര്യമൊക്കെ ശരി. പക്ഷെ പിന്നീട് നല്ല രീതിയിൽ അത് നടക്കുന്നുണ്ട്. ആ നിലയിൽ കുറെ പാലങ്ങൾ, വലിയ കുറെ പാലങ്ങൾ വന്നതോടുകൂടി കിലോമീറ്ററുകൾ 10-50 കിലോമീറ്റർ കറങ്ങി പോകേണ്ടതൊക്കെ കേവലം ഒരു 4-5 മിനിറ്റ് കൊണ്ട് കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നു എന്ന് പറയുമ്പോൾ അതൊരു വളർച്ച തന്നെയല്ലേ? ചുരുക്കം പറഞ്ഞാൽ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് പിണറായി സർക്കാർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗതാഗത സംവിധാനങ്ങൾ, റോഡുകളും പാലങ്ങളും വളരെ വലുതാണ്. അത് കണ്ടില്ല എന്ന് നടിക്കാനൊന്നും പറ്റില്ല. ഞാൻ എന്റെ വീഡിയോകളിലൊക്കെ പറയുന്നുണ്ട്. എന്നെ തെറി വിളിക്കുന്ന സഖാക്കളും സൈബർ സഖാക്കളും അത്തരം വീഡിയോകൾ ഒരുപക്ഷെ ഈ വീഡിയോ അടക്കം കാണൂല. എനിക്കതിനെ കാണൂല എന്നുള്ളത്. അവർക്ക് തെറി വിളിക്കാനേ അറിയുള്ളൂ. അവര് വിമർശിക്കുന്ന വീഡിയോകൾ മാത്രമേ അവർ കാണുള്ളൂ. അതിന്റെ തമ്പനയിൽ നോക്കി അവർ തെറി വിളിക്കുള്ളൂ. ഒരു രാഷ്ട്രീയ പക്ഷാഭേദമില്ലാതെ വ്യക്തമായി എല്ലാവരെയും വിമർശിച്ചുകൊണ്ടാണ് ഈ ചാനൽ പോകുന്നതെന്ന് അവർക്കറിയില്ല. അപ്പൊ ഞാൻ ഈ സഞ്ചരിക്കുന്ന വ്യക്തിയാണ് എന്നതുകൊണ്ട് ഈ റോഡുകളും ഈ പാലങ്ങളും എന്റെ അനുഭവത്തില്ല, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്നെ പോലെയുള്ള വലിയൊരു വിഭാഗം, അങ്ങനെ ചിന്തിക്കുന്ന കുറെ ആൾക്കാർ, നിഷ്പക്ഷമതയുള്ള ചില ആൾക്കാർ ചിലപ്പോൾ CPM-ന് വോട്ട് കൊടുത്തേക്കാം. നമുക്ക് ഒരുപാട് സമയം ലാഭിച്ചതെന്നാണല്ലോ, അവർ കക്കുകയോ മോട്ടിക്കുകയോ എന്തോന്ന് വെച്ചാൽ ആയിക്കോട്ടെ, അതിന് ആര് വന്നു കഴിഞ്ഞാലും നമുക്ക് തടയിടാൻ പറ്റില്ല, പണ്ടാരം മുടക്കട്ടെ, മൂന്നാമതും അവർ തന്നെ പോട്ടെ എന്ന് കരുതിയാലോ? അങ്ങനെ കരുതുന്നതിനൊരു കാരണം കൂടിയുണ്ട്. ഇപ്പോ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ കഴിഞ്ഞു ഏകദേശം. അതായത് റോഡുകൾ, പാലങ്ങൾ കഴിഞ്ഞു, ഏകദേശം കഴിഞ്ഞു. ഇനിയും കുറച്ചുകൂടെ ചെയ്യാനുണ്ട്, പണി നടക്കുന്നുണ്ട്. പിന്നെ കെട്ടിടങ്ങൾ, എത്രയൊക്കെ ചീത്തവിളി കേട്ട് കഴിഞ്ഞാലും ആശുപത്രി, സ്കൂളുകൾക്ക് കെട്ടിടങ്ങൾ കണ്ടമാനം വന്നു. ഇനി അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ അതിന്റെ ഉള്ളിൽ വരാനുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കറിയാലോ, 5 കൊല്ലം മുമ്പ് സർജറി ചെയ്ത ഒരാളുടെ വയറ്റിൽ നിന്ന് ഇന്നിപ്പോ
കത്രിക എടുത്തു. അങ്ങനെ എത്ര ഈ കണ്ട സർജിക്കൽ എക്യുപ്മെന്റ്സ് മുഴുവൻ മെഡിക്കൽ കോളേജിൽ കാണാനില്ല, സ്റ്റോക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഇനി ആരുടെയൊക്കെ പള്ളന്റെ ഉള്ളിലാണോ എവിടെയൊക്കെയാണ് അത് പാത്തു വെച്ചേക്കെന്ന് അറിയാൻ വയ്യ. യാതൊരു കേടും പറ്റാതെ അവിടെ ഇരുന്നോളൂ എന്ന് കരുതിയിട്ട് ഒരു സൂക്ഷിച്ചു വെക്കാൻ കൊടുത്തിട്ടുള്ളൊന്നും അറിയില്ല. അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ പരിഹരിക്കപ്പെടണം. പിന്നെ ചില മാഫിയകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കുട പിടിക്കുന്നുണ്ട് ഈ സർക്കാർ. ആരോഗ്യ മാഫിയ തന്നെ ഉണ്ട്, ഇവിടെ മരുന്ന് മാഫിയ ഉണ്ട്. അവർക്ക് വേണ്ടി കുട പിടിക്കുന്ന ആരോഗ്യ സംവിധാനമുണ്ട്. അതൊക്കെ ഒന്ന് മാറി വരാനുണ്ട്. പക്ഷെ എന്നാലും കക്കാനും മോഷ്ടിക്കാനും കടം വാങ്ങാനും, ഇത് മൂന്നാണ് പ്രധാനമായിട്ടും ഉണ്ടാക്കിയത്. പക്ഷെ ആ കടം വാങ്ങിയതിൽ വലിയൊരു പക്ഷം പണവും ഇത്തരത്തിൽ അടിസ്ഥാന വികസനങ്ങൾക്ക് വിനിയോഗിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ട് കുറ്റം പറയാനും വയ്യ. കാരണം ഇതിനു മുമ്പ് സർക്കാരുകളോട് ഉണ്ടായിരുന്നല്ലോ, അവരും കടം വാങ്ങിയിട്ടുണ്ട്, അവരും കട്ടിട്ടുണ്ട്. പക്ഷെ ഈ രീതിയിലുള്ള പരിപാടികൾ നടന്നിട്ടില്ല. ഏതായാലും അത്തരത്തിലുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് കൊണ്ട് ഇനി ഒരു പക്ഷെ അടുത്ത 5 വർഷം നമ്മുടെ സഖാവ് പറഞ്ഞല്ലോ പാവപ്പെട്ട എന്നുണ്ടാവില്ല എന്നുള്ളത്. അത് പറഞ്ഞത് സീരിയസ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ തൊഴിലും മറ്റു കാര്യങ്ങളും ഒക്കെ ഇനി കൊണ്ടുവന്നു കളയാം. ഇനിയിപ്പോ റോഡ് വേണ്ട, പാലം വേണ്ട, അതിന്റെ പണിയൊക്കെ കഴിഞ്ഞു. ആ നിലയ്ക്ക് ഇനിയിപ്പോ ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, ജനങ്ങളുടെ അടിസ്ഥാന വികസനമായിക്കോട്ടെ, മറ്റു കാര്യങ്ങളായിക്കോട്ടെ, അവരുടെ ജീവിതമായിക്കോട്ടെ എന്ന് അടുത്ത 5 വർഷത്തേക്ക് ഈ സർക്കാർ തീരുമാനിച്ചാലോ? ഈ പിണറായി സർക്കാർ ആയിക്കൊള്ളണമെന്നില്ല, ഒരുപക്ഷെ CPM-ന്റെ സർക്കാർ തീരുമാനിച്ചാലോ? അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ കിട്ടലായിരിക്കും. കാരണം അവർക്കത് സാധിക്കുമെന്ന് തെളിയിച്ചതാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട്. കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ഇവിടെ കിടക്കുന്ന നശിച്ച് നാരായണക്കല്ലായി കിടക്കുന്ന പാലങ്ങളും റോഡുകളും. ഇപ്പൊ ഞാൻ പാലങ്ങളെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കൊല്ലം ആലപ്പുഴ വലിയഴീക്കൽ പാലമുണ്ട്, അതുപോലെ പേരുമൺ പാലം, കുതിരാൻ തുരങ്കം. അറിയാലോ, വലിയൊരു മെച്ചമാണ് ഈ കുതിരാൻ തുരങ്കം എന്ന് പറഞ്ഞത്. ഒരു കാരണവശാലും നടക്കൂല എന്നൊക്കെ കരുതിയതാണ്. പിന്നെ ചത്ത് കിടന്നിരുന്ന പുനലൂർ തൂക്കുപാലം, കാരാപ്പുഴ പാലം, കനമല പാലം, ഏനാത്ത് പാലം, ഇങ്ങനെ കുറെ പാലങ്ങൾ, വളരെ പ്രധാനപ്പെട്ട പാലങ്ങളുടെ പേര് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. അതുപോലെ തുരങ്കം, കുതിരാന്റെ കാര്യവും പറഞ്ഞത്. അല്ലാതെ തന്നെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം പാലങ്ങൾ വേറെ ഉണ്ട്. പിന്നെ പ്രധാന ഹൈവേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിൽ ഹൈവേ ഉണ്ട്, കാസർഗോഡ് തിരുവനന്തപുരം മലയോര മേഖലകളെ ബന്ധിപ്പിച്ചിട്ടുള്ള പാത, അതിന്റെ വിവിധ റീച്ചുകൾ ശരിയായി വരുന്നുണ്ട്. പിന്നെ തീരദേശ ഹൈവേ ഉണ്ട്. തീരദേശ ഹൈവേ 10-40 വർഷം മുമ്പ് പ്ലാൻ ചെയ്താണെന്നുണ്ടെങ്കിലും ഈ 2026 ഇപ്പോൾ നടപ്പിലായി വരുമ്പോൾ കുറച്ചൊക്കെ അത് അനുഗ്രഹം തന്നെയാണ്. പിന്നെ NH66 എന്തിനാണ് CPM-ന്റെ പങ്ക്? അത് നാഷണൽ ഹൈവേ അതോറിറ്റി പണിയുന്നതല്ലേ എന്ന് ചോദിക്കും. ആണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം നാഷണൽ ഹൈവേ അതോറിറ്റി ഈ റോഡ് പണിയേ ഉള്ളൂ. സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം, അവിടുത്തെ തടസ്സങ്ങൾ മുഴുവൻ തീർത്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ സർക്കാരിനാണ്. ഈ സർക്കാർ, പിണറായി സർക്കാർ ആ തടസ്സങ്ങൾ തീർത്ത് കൊടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ നാഷണൽ ഹൈവേ NH66 അങ്ങനെ തന്നെ കിടക്കും. NH66 കൊണ്ട് ഗുണോ ദോഷമോ ഉണ്ടോ എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. അത് വളരെ വിശദമായിട്ട് പറയേണ്ട കാര്യമാണ്. ഏതായാലും NH66 കേരള സർക്കാരിനും പങ്കുണ്ട്. അതുകൊണ്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. പിന്നെ MC റോഡിൽ ഞാൻ കിളിമാനൂർ മുതൽ അങ്കമാലി വരെ മിക്കവാറും സഞ്ചരിക്കുന്നതാണ്. ആ റോഡുകളിലൊക്കെ ഞാൻ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വയനാട് ഇപ്പൊ ഒരു പുതിയ പദ്ധതി വരുന്നുണ്ട്, വയനാട്ടിലേക്ക് ഒരു ബദൽ പാത. ഈ ചുരത്തിലുള്ള അവസ്ഥ അറിയാലോ, നമുക്ക് വയനാട് പോയി കഴിഞ്ഞാൽ ഭാഗ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് കയറി ചെല്ലാം, ഇല്ലെങ്കിൽ വഴിയിൽ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ കുടുങ്ങി. ചിലപ്പോൾ ആ കുടുക്ക് മണിക്കൂറുകൾ, രാവിലെ കിടന്നാൽ വൈകുന്നേരം വരെ അവിടെ കിടക്കേണ്ടി വരും. അങ്ങനെയുള്ള അവസ്ഥ, ഭക്ഷണവും വെള്ളവും ഇല്ലാതൊക്കെ കിടക്കേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ അവസ്ഥയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വയനാട് ഒരു തുരങ്കപാത വരുന്നുണ്ട്. ആ തുരങ്കപാത വന്നു കഴിഞ്ഞാൽ വയനാടിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ അത്തരത്തിൽ ദീർഘവീക്ഷണം ഇല്ലാത്ത പാർട്ടിയൊന്നും അല്ല CPM. പക്ഷെ എന്തോ അത്ര അങ്ങോട്ട് ജനകീയമാകാൻ പറ്റുന്നില്ല. ജനങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് ഒരുതരം ഗുണ്ടായുസത്തിന്റെ ലേബിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ഈ ഫണ്ട് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു കളിയാണെന്ന് തോന്നുന്നുണ്ട്. ഈ രണ്ടും കൂടി പറയുമ്പോഴത്തേക്ക് എന്റെ പ്രിയപ്പെട്ട സഹാക്കളെ പൊള്ളരുത്. കാര്യം 100-300 കോടി രൂപയ്ക്ക് തീരേണ്ട പദ്ധതിയാണ് വയനാട്ടിൽ നടക്കുന്നത്. അതിൽ 750 കോടി രൂപയ്ക്കാണ് ഊരാളുകൾ കൊടുത്തതെന്നാണ് അറിയുന്നത്. തെറ്റാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ താഴെ കമന്റായിട്ട് തിരുത്തിത്തരും. ഞാൻ വേറൊരു വീഡിയോയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് CPM-ന് വേണ്ടി പ്രചരണം നടത്താം. ഏതായാലും കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 15,000 കിലോമീറ്ററിലധികം റോഡുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡുകളാക്കി മാറ്റി. നമ്മുടെ പിണറായി സർക്കാർ പറയുന്നത് പോലെ, പിണറായി ഒരിക്കൽ പറഞ്ഞല്ലോ, അമേരിക്കയിലെ കാലിഫോർണിയയിലെ റോഡുകളുടെ അത് സംഗതി റോളായി മാറുന്നുണ്ടെങ്കിലും റോഡുകളുടെ കുറച്ചൊക്കെ മാറിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാലും ഇനിയും രാഷ്ട്രീയ പിടിവലികൾ കൊണ്ട് ശരിയാകാതെ കിടക്കുന്ന ചില റോഡുകളുണ്ട്, പല ഭാഗത്തുമുണ്ട് അത്തരം റോഡുകൾ. പിന്നെ ചില മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഫ്ലൈ ഓവറുകൾ വരേണ്ട സ്ഥാനത്ത് ഇല്ലാത്ത വേണ്ടാത്ത പരിപാടികൾ ചെയ്യുക, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, അങ്ങനെ കുറെ മണ്ടത്തരങ്ങളുണ്ട്. എന്നാൽ ഇതെല്ലാം മാറ്റി നല്ല രീതിയിൽ വരുമെന്ന് കരുതാം. ചുരുക്കം പറഞ്ഞാൽ ഈ കഴിഞ്ഞ 10 വർഷം ഇവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ഏത് റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ, വയനാട് അടക്കമുള്ള ആ പാക്കേജുകൾ, അതെല്ലാം പൂർത്തിയാക്കിയത് വെച്ച് നോക്കുമ്പോൾ മുൻതൂക്കം CPM-ന് തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. ഇനി CPM-ന് മുൻതൂക്കം ഉണ്ടാകുന്നതിന് മറ്റൊരു കാര്യങ്ങളുണ്ട്. എന്തൊക്കെ വന്നാലും ഇവിടുത്തെ ഇടതുപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടാണ്. അവർ തമ്മിൽ അടി കൂടുന്നുണ്ടാകും. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ
അവർ ഒരുമിച്ച് നിൽക്കും, അവർ ഒരുമിച്ച് മത്സരിക്കും, ഒരുമിച്ച് വിജയിക്കും, ഒരുമിച്ച് ഭരിക്കും. അവരുടെ തമ്മിലുള്ള ഭിന്നത അവരുടെ ആഭ്യന്തര പ്രശ്നമായി നിലനിൽക്കും. എന്നാൽ കോൺഗ്രസ് അങ്ങനെയാണോ? ഇപ്പോ കുറച്ചുനാൾ മുമ്പ് നടന്നിട്ടുള്ള ഒരു പത്രസമ്മേളനം നമുക്കറിയാലോ. വി ഡി സതീശനും അതേപോലെ കെ സുധാകരനോട് മൈക്കങ്ങോട്ട് നീക്കി കളിക്കുക. ഇത് കാണുന്നവര് സാധാരണ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ പൊട്ടന്മാരാണോ? അവർക്ക് ഇത് കാണുമ്പോൾ ഒരുമാതിരി ഉറുപ്പെന്ന് പറഞ്ഞ സാധനമല്ലേ? ഇങ്ങനെയുള്ള നേതാക്കന്മാരുടെ കീഴിലാണോ നമ്മൾ നിൽക്കേണ്ടതെന്നുള്ളത് അല്ലേ? അതായത് തമ്മിലടിയാണ്. ആരാണ് ഇവിടെ മുഖ്യമന്ത്രിയാകാൻ, ആരാണ് ഇവിടെ മന്ത്രിയാകാൻ യോഗ്യതയുള്ളവര്? ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാരില് ഒരു ഭരിക്കാൻ ഇന്ന ആള് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ ഇന്ന ആൾ ആഭ്യന്തരമന്ത്രി സ്ഥാനം, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരായിരിക്കും മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി ഒക്കെ പോട്ടെ, ഇന്ന ആൾക്കാരായിരിക്കും മന്ത്രിമാർ, ജയിച്ചു കഴിഞ്ഞാൽ ഇന്ന ആൾക്കാരായിരിക്കും മന്ത്രിമാർ. അതിൽ നിന്ന് നമ്മൾ മുഖ്യമന്ത്രി മറ്റുള്ളവരെ തെരഞ്ഞെടുക്കുമെന്ന് പറയാനുള്ള ധൈര്യം ഇവിടെ എത്ര കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്? ഇല്ലെന്നേ. അവര് എന്താ പറയാ, ഒന്ന് കിട്ടുകയാണെങ്കിൽ ഒന്ന് കാറ്റുള്ളപ്പോ ഒന്ന് തൂറ്റി നോക്കുകയാണ്. പിണറായി കുറ്റം പറഞ്ഞുകൊണ്ട്, ഈ ഭരണത്തെ കുറ്റം പറഞ്ഞുകൊണ്ട്, തങ്ങളുടെ കാര്യങ്ങളൊന്ന് പറഞ്ഞുകൊണ്ടൊന്ന് ശ്രമിച്ചു നോക്കുകയാണ്. കിട്ടിയാൽ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി എന്ന് പറഞ്ഞിട്ട്. സത്യത്തിൽ അവർക്കും ഭരണത്തെ താല്പര്യമൊന്നുമില്ല. ഒരു സംശയം വേണ്ട, CPM സർക്കാർ തന്നെ മൂന്നാമതും വരും. തുടർ ഭരണം കിട്ടുന്ന, ഒരുപക്ഷെ ഇനി തിരുത്താൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സംവിധാനമായിരിക്കും ഇനി വരാൻ പോകുന്നത്. കോൺഗ്രസിന്റെ അഡ്രസ് ഉണ്ടാവില്ല. ഇനി CPM സർക്കാർ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ NDA സർക്കാർ വരും. ഇനി NDAയും CPM കൂടി ആയിരിക്കും ഇനി ഇവിടെ നടക്കാൻ പോകുന്ന കഥ. കോൺഗ്രസിന്റെ അഡ്രസ് ഉണ്ടാവില്ല. ഈ തെരഞ്ഞെടുപ്പിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ CPM ജയിച്ചു കഴിഞ്ഞാൽ CPM തീർന്നു. അതോടുകൂടി കോൺഗ്രസ് ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസും തീർന്നു. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അതുകൊണ്ട് കോൺഗ്രസ് ജയിക്കണമെന്ന് അവർ നോക്കും. പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ CPM അവരെ ഭരിക്കാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മളെ മലയാളികൾ അതും ചിന്തിക്കുന്നുണ്ടല്ലോ. നിലവിലുള്ള കടം ഏതാണ്ട് 6 ലക്ഷം കോടി രൂപ കടമുണ്ട്. ആ കടത്തിന്റെ പലിശ അടയ്ക്കാൻ വേണ്ടി UDF സർക്കാർ നെട്ടോട്ട ഓടുന്ന സമയത്ത് ഇവിടെ ഇപ്പുറത്തെ സമരങ്ങളും ഹർത്താലുകളും അതും ഇതുമായിട്ട് നട്ടം ധരിക്കും ഇവിടുത്തെ CPM നേതൃത്വം. ജനം അടുത്തുന്നേ. ഇപ്പൊ നോക്കൂ, ഭരണത്തിൽ ഉണ്ടായിട്ട് ഒരു പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ട് ജനങ്ങളെ മുഴുവൻ പൊട്ടന്മാരും വിഡ്ഢികളും ആക്കി മാറ്റുന്ന, അടിമകളുമാക്കി മാറ്റുന്ന ഒരു CPMന്റെ ഒരു സംസ്കാരമുണ്ട്. അതിപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലേ, അഖിലേന്ത്യാ പണിമുടക്ക്. എവിടെ? കേരളത്തിൽ മാത്രം. ഇതിൽ പരം മന്ദബുദ്ധിത്തരം മണ്ടത്തരം കാണിക്കുന്ന ഈ ഒരു പരിപാടി കൂടെ സ്റ്റോപ്പ് ചെയ്യണം. അതുകൊണ്ട് തൽക്കാലം ഇനിയിപ്പോ ഇത്രയും ഫണ്ടും കാര്യങ്ങളും കടം വാങ്ങി ഇട്ടേക്കുന്നത് കൊണ്ട് അടുത്തൊരു 5 വർഷം കൂടി ഇവർക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഡെയിലി സമരവും പണിമുടക്കും ഹർത്താലുമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് കരുതുന്ന വലിയൊരു ഭാഗം സമൂഹമുണ്ട്. ആ സമൂഹം മുഴുവൻ CPMന് തന്നെ വോട്ട് കൊടുക്കും. ഗതികെട്ടിട്ട്. ചുരുക്കം പറഞ്ഞാൽ ഏത് അവസ്ഥ നോക്കിക്കഴിഞ്ഞാലും CPMന് തന്നെയാണ് കിട്ടുക. അവരുടെ ഭരണ നേട്ടം കൊണ്ടായാലും, അവരുടെ എന്താ പറയാ കുശാഗ്ര ബുദ്ധി കൊണ്ടായാലും, ഏത് കൊണ്ടായാലും അവർ തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പിൽ വരിക എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെ അധികാരത്തിൽ വരുന്ന സമയത്ത് ഇവിടുത്തെ അടിസ്ഥാന വികസനങ്ങൾ, റോഡിലും പാലങ്ങളിലും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഗതാഗത സൗകര്യങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വികസന പദ്ധതി ആസൂത്രണം ചെയ്തതുപോലെ അതിൽ സഞ്ചരിക്കുന്ന സാധാരണക്കാരെ ജനങ്ങളുണ്ടല്ലോ, അവരുടെ സമാധാനത്തോടുള്ള ജീവിതത്തിന് കൂടി പ്രാധാന്യം കൊടുക്കാൻ മൂന്നാം LDF സർക്കാരിന് സാധിച്ചാൽ പിന്നീട് അവർക്ക് ഈ സംസ്ഥാനത്ത് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. Different angles. Don't forget to subscribe and support this channel.